ഡിവൈഎഫ്ഐ ഉറിയാക്കോട് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഇന്ന് വൈകുന്നേരം ഓണനിലാവ് പരിപാടി സംഘടിപ്പിക്കും. കടകംപള്ളി സുരേന്ദ്രൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. കർഷകർക്കും ഓട്ടോ തൊഴിലാളികൾക്കും ജി സ്റ്റീഫൻ MLA ഓണക്കോടി വിതരണം ചെയ്യും. ഡിവൈഎഫ്ഐ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി LS ലിജു നിർധനരായ കുടുംബങ്ങൾക്ക് ഓണക്കിറ്റ് വിതരണം ചെയ്യും. കായിക രംഗത്ത് മികവ് തെളിയിച്ച വിദ്യാർത്ഥികളെ ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മായാദേവി അനുമോദിക്കും. തുടർന്ന് കരോക്കെ ഗാനമേളയും രാത്രി ആകാശവിസ്മയവും ഉണ്ടാകും. ഡിവൈഎഫ്ഐ ഉറിയാക്കോട് യൂണിറ്റിൻ്റെ ഈ വർഷത്തെ ഓണാഘോഷങ്ങളുടെ ഭാഗമായി ഓണനിലാവ് 2026 എന്ന പേരിൽ വളരെ സമുചിതമായ ഒരു പരിപാടി 23/8/2026 ഞായറാഴ്ചയായ 5 മണിക്ക് ഉറിയാക്കോട് ജംഗ്ഷനിൽ വെച്ച് സംഘടിപ്പിച്ചിരിക്കുകയാണ്. മുൻ മന്ത്രിയും CPIM സംസ്ഥാന കമ്മിറ്റി അംഗവുമായ സഖാവ് കടകംപള്ളി സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യുന്ന പ്രസ്തുത പരിപാടിയിൽ അരുവിക്കരയുടെ വികസന നായകൻ അരുവിക്കരയുടെ MLA സഖാവ് അഡ്വക്കേറ്റ് ജി സ്റ്റീഫൻ നമ്മുടെ പ്രദേശത്തെ കർഷകരെ ആദരിക്കുകയും ഓട്ടോ തൊഴിലാളികൾക്ക് ഓണക്കോടി വിതരണം ചെയ്യുകയും ചെയ്യും. തുടർന്ന് ഡിവൈഎഫ്ഐയുടെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി സഖാവ് LS ലിജു നിർധനരായ കുടുംബങ്ങൾക്കുള്ള ഓണക്കിറ്റ് വിതരണം നടത്തുകയും ചെയ്യും. തുടർന്ന് നമ്മുടെ നാട്ടിലെ കായിക രംഗത്ത് മികവ് തെളിയിച്ച വിദ്യാർത്ഥികൾക്കുള്ള പുരസ്കാരങ്ങൾ തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സഖാവ് LP മായാദേവി നിർവഹിക്കും. തുടർന്ന് തിരുവനന്തപുരം സിംഫണി ബീറ്റ്സ് അവതരിപ്പിക്കുന്ന കരോക്കെ ഗാനമേള, ആകാശവിസ്മയം തീർത്തുകൊണ്ട് 201 കമ്പം തുടങ്ങി ഈ നാടിനു വേണ്ടി വലിയ വിപുലമായ രീതിയിലുള്ളൊരു ഓണപ്പരിപാടിയാണ് ഇവിടുത്തെ ഡിവൈഎഫ്ഐ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഡിവൈഎഫ്ഐയുടെ ഉറിയാക്കോട് യൂണിറ്റ് ഒരു വിപുലമായ പരിപാടി ഏറ്റെടുത്തിരിക്കുകയാണ്. കേരളത്തിൻ്റെ ദേശീയോത്സവം എന്ന നിലയ്ക്ക് ഓണം മലയാളികളാകെ ലോകത്തെമ്പാടും കൊണ്ടാടുകയാണ്. ജാതിമത രാഷ്ട്രീയ ചിന്തകൾക്കുമപ്പുറം ഓണമെന്നത് മനസ്സിനെ ഒരുമിച്ച് നിർത്തുന്ന ഒരു വലിയ ഉത്സവമാണ്. ആ ഉത്സവത്തിൻ്റെ ഭാഗമാകുകയാണ് വെള്ളനാട് പഞ്ചായത്തിലെ ഉറിയാക്കോട് എന്ന പ്രദേശവും. വളരെ വിപുലമായിട്ടാണ് ഈ ഓണപരിപാടി ഡിവൈഎഫ്ഐയുടെ ഉറിയാക്കോട് യൂണിറ്റ് കമ്മിറ്റിയിലെ സഖാക്കൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. ആ ഓണം വെറും കാഴ്ചകൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ മറ്റ് കലാപരിപാടികൾക്കോ വേണ്ടി മാത്രമുള്ളതല്ല എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള സംഘാടനമാണ് ഈ ഓണപരിപാടിയുമായി ബന്ധപ്പെട്ട് ഓണനിലാവ് എന്ന് പേരിട്ടിരിക്കുന്ന ഈ പരിപാടിക്ക് ഡിവൈഎഫ്ഐയുടെ സഖാക്കൾ ഊന്നൽ നൽകിയിട്ടുള്ളത്. ഈ പ്രദേശത്തുള്ള നിർധനരായ ആളുകൾക്ക് ഭക്ഷ്യക്കിറ്റ് വിതരണം ചെയ്യുക, അതോടൊപ്പം തന്നെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുക്കളായ ഓട്ടോറിക്ഷ ജീവനക്കാർക്ക് യൂണിഫോം വിതരണം ചെയ്യുക, നമ്മുടെ മേഖലയിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള കർഷകരെ ആദരിക്കുക, കലാകായിക രംഗത്ത് മികവ് പുലർത്തിയിട്ടുള്ള കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുക തുടങ്ങി വ്യത്യസ്തമായ പരിപാടികളാണ് ഉറിയാക്കോട് ഡിവൈഎഫ്ഐയുടെ യൂണിറ്റിലെ സഖാക്കൾ ഏറ്റെടുത്തിട്ടുള്ളത്. തീർച്ചയായിട്ടും അഭിനന്ദനീയമായിട്ടുള്ള ഒരു കാര്യമാണ് ഡിവൈഎഫ്ഐയുടെ ഉറിയാക്കോട് യൂണിറ്റ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് അല്പ ക്ഷീണമുണ്ടായെങ്കിലും പാർട്ടി സംഘടന ശക്തമാണ്. അതിൻ്റെ ഫലമായിട്ടാണ് ഈ വെള്ളനാട് ലോക്കൽ കമ്മിറ്റിയുടെ കീഴിൽ ഉറിയാക്കോട് യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള സാമൂഹിക പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. സന്നദ്ധ സംഘടനാ പ്രവർത്തനത്തിൽ മികവ് തെളിയിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള 4-5 മാസം കൊണ്ട് ഒട്ടേറെ വികസന കാര്യങ്ങൾ ഈ യൂണിറ്റിൻ്റെ സംഘാടക സമിതി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ഫലമായിട്ടാണ് കഴിഞ്ഞ ഹൃദയപൂർവ്വം പരിപാടിയിൽ ഒരു പഞ്ചായത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രമാണ് ഉപരിയായി ഈ യൂണിറ്റ് 650 പരം പൊതിച്ചോറുകൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൂട്ടിരിപ്പുകാർക്കും എല്ലാവർക്കും വിതരണം ചെയ്തു. ഒട്ടേറെ വികസന കാര്യങ്ങൾ ഈ യൂണിറ്റ് ചെയ്യാനുണ്ട്. അതിന് മുൻപിൽ നിന്നുകൊണ്ട് ഞങ്ങൾ ഒരു മുതിർന്ന മുൻ ഡിവൈഎഫ്ഐയുടെ യൂണിറ്റ് സെക്രട്ടറി എന്ന നിലയിൽ ഒട്ടേറെ കാര്യങ്ങൾ പകർന്നു കൊടുക്കുവാൻ ഈ യൂണിറ്റിന് സാധിക്കും. ഒട്ടേറെ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഞങ്ങൾ ബ്ലഡിൻ്റെ കാര്യത്തിലും ഒട്ടേറെ കാര്യങ്ങളിൽ നമ്മൾ മുൻപിൽ നിന്നുകൊണ്ട് ചെയ്യും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തും.